സൺഡേ ഞങ്ങളുടെ വീട്ടിൽ അമ്മമാരുള്ളതുകൊണ്ട് ഞാനും കീത്തും വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അത് കീത്തിനെ വീട്ടിലിറക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഞാൻ സിജിമിനോട് പറഞ്ഞിട്ടില്ല, എന്ന് ചിലണ കാര്യം പറഞ്ഞിട്ടില്ല, ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓടി ചെല്ലുമ്പോൾ അതേ എൻ്റെ വ്ളോഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളം വന്നാൽ പോലും അറിയില്ല. ഞാനൊരു 5 മിനിറ്റോളം നിന്നിട്ട് അമ്മ അറിഞ്ഞിട്ടില്ല, അത്രയും മുഴുകിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ വീഡിയോയിൽ. ഇപ്പം എന്നെ കണ്ടവാടെ ഞെട്ടിപ്പോയി. അമ്മ നേരെ ഓടി പാറൂസിന് എടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഓടിച്ചെന്ന്. പക്ഷേ പാറ അപ്പോൾ അതും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായി. എല്ലാ സൺഡേയും ഇവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു എക്സ്പെക്ടേഷനും കൂടിയാണ് ഞാൻ വന്നത്. ഓടിച്ചെന്ന് അടുക്കളയ്ക്ക് നോക്കിയപ്പോൾ എല്ലാ പാത്രവും കമത്തി വെച്ചിരിക്കുന്നു, ഒരു സാധനവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വീട്ടിൽ കുറേ മാങ്ങയുണ്ട്, ആ മാങ്ങ നിന്ന് വിശപ്പടക്കിട്ടാം. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ടി വി ഇങ്ങനെ മലർന്ന് കിടന്ന് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയായി പിള്ളേരെ അവരെ പാടായി. ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അമ്മ എനിക്കിപ്പോൾ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചുണ്ടാക്കാനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ അമ്മ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നു. വയറ് നിറച്ച് മൃഷ്ടാന ഭോജനം കഴിച്ചു. പിന്നെ അമ്മ പാറൂസിനെ കെടുത്തിറക്കി, അച്ഛൻ കാശിക്കൂട്ടനെ കെടുത്തിറക്കി. പിന്നെ എനിക്ക് എന്താ വേറെ പടി, കുറേ നേരം ഫോൺ കൊണ്ട് കുറേ നേരം ടി വി കൊണ്ട് കുറേ നേരം കിടന്നുറങ്ങിയിട്ട് രാത്രി ആയപ്പോഴത്തേനും നമ്മൾ തിരിച്ച് പണിക്കാട്ടിക്ക് പോകണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് ഗൈസ്?